വിധുപോ വദനം മനസോ അമൃതം നിയതം സദാ അമൃതം നിയതം സദാ നിൻ സൗരഭം സർവം സദാ നിൻ സൗരഭം നഭസിൽ പൂർണ്ണ വിധുപോ വദനം മനസോ അമൃതം നിയതം അമൃതം നിയതം ശ്രീമതി ശ്രീദാസ് എന്നീ ദമ്പതിമാരുടെ മകൻ വൈശാഖ് എസ് നായരുടെയും തലശ്ശേരി ഇല്ലിക്കുന്ന് ചിറക്കക്കാവിനടുത്ത് ശ്രേയസ് എന്ന ഭവനത്തിൽ താമസിക്കുന്ന ശ്രീ പവിത്രൻ, ശ്രീമതി ബിന്ദു എന്നിവരുടെ മകൾ ആതിര പവിത്രൻ. ഇവരുടെ വിവാഹ നിശ്ചയ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന് ക്ഷണം സ്വീകരിച്ചു. ഈ ചടങ്ങിന് മുന്നോടിയായി ദീപം തെളിയിക്കുന്നതിന് വേണ്ടി തെളിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്ഷണം സ്വീകരിച്ച് ഈ മംഗളകർമ്മത്തിന് ഭാഗമാക്കാൻ മകളുടെ എത്തിച്ചേർന്നവരെ വൈശാഖിന്റെ പിതാവ് ശ്രീ ടി.പി. സുധീർ സ്വാഗതം ചെയ്തു. മധുവിൻ്റെ ബന്ധുക്കളായ സിസ്റ്റർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു, മറ്റു ബന്ധുക്കളൊക്കെ വിളിച്ചറിഞ്ഞിട്ട്, അതേപോലെ തന്നെ മരണമാകുന്ന ബന്ധുക്കളോട് എത്തിച്ചേർന്നിട്ട് ഓരോരുത്തരെയും ക്ഷണിക്കുക, അല്ലെങ്കിൽ അവരുടെ പരിചയപ്പെടുത്തിയാണോ നല്ലത്, അല്ലെങ്കിൽ ഞാൻ തന്നെ പരിചയപ്പെടുന്നു എന്നവിടെ പറയാം. എല്ലാവരെയും അതുപോലെ തന്നെ നമ്മൾ
ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന മറ്റു പല സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളായിട്ടുള്ളവരുണ്ട്. അവരെയൊക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരു പരിചയപ്പെടുത്തൽ ചടങ്ങ് എന്ന നിലയിൽ ഞാൻ എൻ്റെ ബന്ധുക്കളെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി തലശ്ശേരിയാണ് താമസം, മാഹി. മകനെ ഇളയ മകൻ കാർണവർ സൂരജ് ഇവിടെ എത്തിച്ചേർന്നിട്ട് വലിയ കാരണമായ ഡെപ്യൂട്ടി കളക്ടർ ഭാസ്കരൻ നായർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഏച്ചിയുടെ ഭർത്താവ് നിരവധി ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് പേരെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തൽക്കാലം അടുത്ത ആൾക്കാരെ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വേദിയിൽ നിങ്ങൾ ആരാന്ന് വെച്ചാൽ വന്നുകൊണ്ട് പരിചയപ്പെടുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. നല്ലത്. അതിനുശേഷം നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാവുന്നതായിരിക്കും. പരസ്പരം പരിചയപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഡാഡി എന്താ പോയത്? അതേപോലെ തന്നെ എൻ്റെ വലിയ കാരണമുണ്ട് അവരെയും ഊതൻ തലശ്ശേരിയാണ് താമസം. അദ്ദേഹം അതേ ആവശ്യത്തിനോട് എത്തിയാറുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വരേണ്ട പതിവ് കണക്കിനെ ക്ഷണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ശുഭകരമായ കാര്യത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ചടങ്ങിലേക്ക് കടക്കാം. ആദ്യമായിട്ട് കുട്ടിയുടെ അത് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പുറത്തുള്ളവരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. പവിത്രനാണ്. പിന്നെ ആദ്യ ബിന്ദു, പിന്നെ ബിന്ദുവിൻ്റെ അച്ഛൻ്റെ മരുമകനോട് ഉണ്ട് രാധാകൃഷ്ണൻ. പിന്നെ ഏട്ടൻ്റെ മൂത്തച്ഛൻ്റെ മകനായിട്ടുള്ള മോഹനൻ. ഞങ്ങളുടെ വേറൊരു മൂത്തച്ഛൻ്റെ മകനായിട്ടുള്ള ശശീന്ദ്രൻ. പിന്നെ പ്രേമകുമാരി റിട്ടയേർഡ് എക്സിൻസെക്ടറാണ്. പിന്നെ ബിന്ദു തുട്ടൽപ്പാലം പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ASI ആണ്. പിന്നെ സുമ എൻ്റെ ഭാര്യയാണ്. പിന്നെ വേണുഗോപാൽ, പ്രധാനപ്പെട്ട വേണുഗോപാൽ കൃഷിയുടെ അമ്മാവനാണ്. ഞാൻ വിട്ടുപോയിട്ടില്ലാന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരെയും നമുക്ക് ഈ നല്ല പരിപാടിയിലേക്ക് വൈശാഖസ്മായ ആതിര പവിത്ര ഇവരുടെ വിവാഹത്തിൻ്റെ തീയതിയും മുഹൂർത്തവും ഇവിടെ വെച്ച് തീരുമാനിക്കപ്പെടുകയാണ്. വൈശാഖസ് നായർ കാനഡയിൽ ബിടെക് ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം കാനഡയിൽ PG ചെയ്തു. അവിടെ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. ആതിര PG കഴിഞ്ഞതിന് ശേഷം ദുബായിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടില്ല. വിവാഹത്തിൻ്റെ അടുത്ത തീയതിക്കാണ് എത്തിച്ചേരും എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ വിവാഹ തീയതി കുറിക്കുന്നതിന് വേണ്ടി നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടി ആതിരയുടെ കളയച്ചൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇവിടെ വിവാഹം ജൂലൈ 12-ാം തീയതി കുറ്റ്യാടി മനസ്സിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. 11-12 ഇടയിലാണ് നമ്മൾ മുഹൂർത്തമായി കണ്ടിട്ടുള്ളത്. എല്ലാവരും അവിടത്തേക്ക് വരണം. അതേ ഡേറ്റാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. മറ്റ് കാര്യങ്ങൾ ചോദിച്ചാൽ ഓരോ പ്രദേശത്ത് ഓരോ രീതിയിലുള്ള ചടങ്ങുകൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയും. തലശ്ശേരി ഭാഗത്തും കണ്ണൂർ ഭാഗത്തും ആധാരമുണ്ടാവും, കുറ്റ്യാടി ഭാഗത്ത് ആധാരമുണ്ടാവും. രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി പാട്ട്
തീയതി ജൂലൈ 12, 11:30-നും 12-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ വെച്ച് നേരത്തെ പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുക. മറ്റ് കല്യാണ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാന കർമ്മങ്ങളൊക്കെ അത് പിന്നെ 2 ബന്ധുക്കളുണ്ട്. അവർ നേരിട്ട് ഫോണിൽ സംസാരിച്ച് തീരുമാനിക്കും വരുന്ന ആളുകളുടെ എണ്ണവും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ പോലെ അവർ തമ്മിൽ സംസാരിച്ച് തീരുമാനിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൽ വെച്ച് തീയതി കുറിക്കപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, കുറിപ്പ് അങ്ങോട്ടും കൈമാറും. അത് എഴുതി തയ്യാറാക്കിയതിനു ശേഷം ഈ വേദിയിൽ വെച്ച് തന്നെ കൈമാറും. ഓക്കെ, ഈ കുറിപ്പ് വായിക്കാം. കണ്ണൂർ തെക്ക് ബസാർ ശ്രീകൃഷ്ണ എന്ന ഭവനത്തിൽ താമസിക്കുന്ന പി സുധീർ, സ്മിത സുധീർ എന്നീ ദമ്പതിമാരുടെ മകൻ വൈശാഖ് എസ് നായർ, തലശ്ശേരി ഇല്ലിക്കുന്ന് ചിറക്കക്കാവിനടുത്ത് ശ്രേയസ് എന്ന ഭവനത്തിൽ താമസിക്കുന്ന പവിത്രൻ KP, ബിന്ദു K എന്നിവരുടെ മകൾ ആതിര പവിത്രൻ തമ്മിലുള്ള വിവാഹം ജൂലൈ 12, 2026 11:30-നും 12-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ കുറ്റ്യാടിയിലുള്ള മേപ്പിൾ എന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഈ കുറിപ്പ് 2 കാരണവന്മാരും അങ്ങോട്ടും കൈമാറും. ഓക്കെ, താങ്ക് യു. ഭക്ഷണമൊക്കെ തയ്യാറായി വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചതിന് ശേഷം അപ്പോൾ തീയതി കുറിക്കുന്ന ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നു. പൊതുവിൻ്റെ ആൾക്കാർ വീട്ടിലേക്ക് കഴിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് പോയതിന് ശേഷം തിരിച്ചു പോകുന്നത് അതിന് നല്ലത്. അതിന് പോക്കവിടെ നടന്നു പോയിട്ട് ശേഷം പനിമതിയേ കുളിരണിയും അണിവിരലാൽ ഈ ജനലരികെ പതിയെ വരൂ, കനവു തരൂ. വെയിൽ പക്ഷി ചേക്കേറുമീ നാട്ടുകൂട്ടിൽ നിലാവിൻ്റെ ഈണം തരൂ. മനം ചാഞ്ഞുറങ്ങുന്ന കോലായയിൽ നീ ചിരാതിൻ്റെ നാളം തരൂ. പറനിറയെ തൊടിയരികെ പതിവുകളാ ഗ്രാമം ഇവിടെ ഇതാ. na
നിഴൽ പാതയിൽ സൂര്യാംശു തൂകുന്നുവോ നോവാകെയും ചിരിപ്പൊയ്കയിൽ ഇടയ്ക്കൊന്നു നീന്തുന്നുവോ സ്നേഹാർദ്രമമ്മയോ ചൂടോടെ കുമന്നമായി എന്നാവിലോർമ്മകൾ നാവേറു പാട്ടുമായി താഴ്വാരമേറിയോടി കാറ്റേ വരാമോ വര നിറയെ തൊടിയരികെ പതിവുകള ജനലരികെ പതിയെ വരൂ കനവു തരൂ മനം ചാഞ്ഞുറങ്ങുന്ന കോലായയിൽ നീ ചിരാതിൻ്റെ നാളം തരൂ വര നിറയെ